തൊഴിലുറപ്പ് ഭേദഗതി ബില്ലിനെതിരെ ഡൽഹിയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. പാർലമെന്റ് വളപ്പിലെ മഗർദ്വാറിൽ നിന്ന് ഇന്ത്യാ സഖ്യം ധർണ നടത്തി. ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ നിന്ന് പ്രകടനമായാണ് പ്രതിപക്ഷം ധർണയ്ക്കെത്തിയത്. ഗാന്ധിജിയെ കേന്ദ്ര സർക്കാർ അപമാനിക്കുന്നുവെന്ന് പ്രതിപക്ഷ ആരോപണം. പി ബസന്ത് വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. ബസന്ത്, വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രതിപക്ഷത്തെ പ്രധാന നേതാക്കൾ എല്ലാവരും അണിനിരക്കുന്ന പ്രതിഷേധം മഗർദ്വാറിൽ നിന്ന് ആരംഭിക്കുന്നത്. എത്രത്തോളം വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നത്? സഭ തുടങ്ങുന്നതിന് മുമ്പായിരുന്നു പ്രതിപക്ഷത്തിന്റെ ധർണ ഉണ്ടായിരുന്നത്. അതായത് 10:30 മണിയോടുകൂടിയാണ് പ്രതിപക്ഷാംഗങ്ങൾ ഗാന്ധി പ്രതിമയിൽ നിന്നും മഗർദ്വാറിലേക്ക് പ്രകടനമായി എത്തുകയും ഗാന്ധിജിയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തത്. ബില്ല് പിൻവലിക്കണമെന്നും പുതിയ ബില്ല് അവതരിപ്പിക്കണമെന്നുമാണ് പ്രധാന ആരോപണം. മഹാത്മാഗാന്ധിയെ അപമാനിക്കാനാണ് സർക്കാർ ചെയ്യുന്നതെന്നുള്ള പ്രധാന ആരോപണമാണ് പ്രതിപക്ഷത്തിനുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ നടപടിയെടുക്കാൻ അല്ലെങ്കിൽ സർക്കാർ തയ്യാറാകണം, ബില്ല് പിൻവലിക്കണം എന്നുള്ളതാണ് പ്രധാനമായും ആവശ്യം. കേരളത്തിൽ നിന്നുള്ള എംപിമാർ, കോൺഗ്രസ് എംപിമാർ പ്രത്യേകം അവിടെ മഗർദ്വാറിൽ ധർണയും നടത്തി. നരേന്ദ്ര മോദി രാജിവെക്കുക, നരേന്ദ്ര മോദി മാപ്പ് പറയുക. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേര് മാറ്റിയതിനെതിരായ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ സമഗ്രമായ പൊളിച്ചെഴുത്തുണ്ടായിട്ടുണ്ട്. തൊഴിൽ ദിനങ്ങളിലടക്കം കുറവ് വരുന്നു. സീസണിലടക്കം തൊഴിലുറപ്പ് ആളുകൾക്ക് തൊഴിൽ നൽകുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന സമീപനമാണ് ഉണ്ടാകുന്നത് തുടങ്ങിയ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നതിനിടയിലാണ് ഗാന്ധിജിയോട് അനാദരവ് കാണിച്ചു എന്നുള്ള കാര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ഗാന്ധിജിയുടെ ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രതിപക്ഷം വലിയ പ്രതിഷേധത്തിലേക്ക് പോകുന്നത്.